നമസ്കാരം. ഈ NSDC എന്ന് പറഞ്ഞാൽ ഒരു ഏജൻസി അല്ല, ഒരു വ്യക്തിയുടെ സ്ഥാപനമല്ല. മറിച്ചോ NSDC എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദേശ രാജ്യങ്ങളിലെ ഉൾപ്പെടെ ഉള്ള തൊഴിലവസരങ്ങളെ ഫ്രീ സർവീസോടുകൂടി ഉദ്യോഗാർത്ഥികളെ നേരിട്ട് ബയോഡാറ്റ സബ്മിറ്റ് ചെയ്ത് അതാത് വിദേശ രാജ്യങ്ങളിലെ ജോലി സ്വന്തമാക്കുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന ഒരു പ്രൊജക്റ്റാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള ഒരു വ്യക്തിയുടെയും കുത്തക അവകാശമല്ലാത്ത, എനിക്ക് ഇപ്പോൾ ഇസ്രയേലിൽ കെയർ ഗീവർ ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിൽ ആ വേക്കൻസി NSDCയുടെ സൈറ്റിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ബയോഡാറ്റ ലോഗിൻ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ ആ വേക്കൻസി സത്യസന്ധമാണെങ്കിൽ NSDCയുടെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരമുള്ള വ്യക്തികൾ നിങ്ങളെ നേരിട്ട് വിളിച്ച് അതാത് രാജ്യങ്ങളുടെ നിയമവും പോകേണ്ട രാജ്യങ്ങളുടെ നിയമവും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോലി നൽകുവാൻ നിങ്ങളെ സഹായിക്കുന്ന നേരിട്ടുള്ള, there is no mediators, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടുള്ള ഒരു സർവീസാണ്. കേരളത്തിൽ ഏകദേശം ഒരുപാട് ഏജൻസികൾ ഇതിൻ്റെ കുത്തക അവകാശം സ്വന്തം പേരിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യങ്ങളിലൂടെ കെയർ ഗീവേഴ്സിനെ ആകർഷിക്കുന്ന ഒരു വമ്പൻ രീതി കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടുകൊണ്ട് ഈ ഒരു ഒഫീഷ്യൽ വീഡിയോ ചെയ്യുന്നു. ആകെ മുഴുവൻ 5000 വേക്കൻസി ഉള്ളിടത്ത് ഇന്ത്യക്ക് 28 സംസ്ഥാനങ്ങളുണ്ടെന്നിരിക്കെ കൂടിപ്പോയ 10, 100, 150, 200 ആൾക്കാരെ കേരളത്തിൽ നിന്നും എടുക്കും എന്നതാണ് ഇതിൻ്റെ അകത്തെ മറ്റൊരു സത്യാവസ്ഥ. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കേരളം എന്ന സംസ്ഥാനം മാത്രമല്ല, ഇനിയും 27 സംസ്ഥാനങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് എന്ന പൂർണ്ണ ബോധ്യവും കേരളം ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന പല റിക്രൂട്ട്മെൻറ്റ് വഴി കൺസ്ട്രക്ഷൻ, CNC, സ്പ്രേ പെയിൻറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ഒരുപാട് വ്യക്തികൾ ബെൻഗോറിയൻ എയർപോർട്ട് വഴി ഇസ്രയേലിലേക്ക് വന്ന് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കൂടി കേൾക്കുമ്പോഴാണ് കേരളം എത്രത്തോളം പിറകിലേക്കാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. ഈ വീഡിയോ ഒരു ചുരുക്ക വീഡിയോ ആണ്. അതായത് ഈ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് BS നേഴ്സോ GNMോ എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് കെയർ ഗീവറായിട്ട് വരണമെന്നുണ്ടെങ്കിൽ NSDCയിൽ അത് അവൈലബിൾ ആണെങ്കിൽ, ഇത് പറയാൻ കാരണം ഇപ്പോഴും മുംബൈ വഴി കെയർ ഗീവർ ട്രെയിനിങ് എടുത്ത് ഫാമിലി സെലക്ഷൻ എടുത്ത് വിസ പ്രോസസ്സ് നടത്തി, വിസ സബ്മിഷൻ നടത്തി, മെഡിക്കൽ നടത്തി, ഇൻ്റർവ്യൂ നടത്തി, കോൺസുലേറ്റ് ഇൻ്റർവ്യൂ നടത്തി, ടിക്കറ്റ് എടുത്ത് തന്നെയാണ് ഈ കെയർ ഗീവർ പ്രോഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഉൾപ്പെടെ വിശ്വസിച്ച് വരുന്ന ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിനെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിടുന്നത്. അതിനർത്ഥം ഇപ്പോഴും മുംബൈയിൽ ട്രെയിനിങ് നടക്കുന്നു, പ്രോസസ്സ് നടക്കുന്നു, ഫാമിലി സെലക്ഷൻ നടക്കുന്നു, വിസ പ്രോസസ്സ് നടക്കുന്നു, ആൾക്കാർ കയറി വരുന്നു. എന്നാൽ NSDC ഇത് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള വ്യക്തികൾ നിങ്ങളെ വിളിക്കും. മറ്റൊരു ഏജൻസിക്കും NSDCക്ക് സബില്ല. NSDC കേരളത്തിൽ മറ്റൊരു ഏജൻസിയെ ഇത് ഏൽപ്പിച്ചിട്ടുമില്ല. ഇത്രയും വളരെ ക്ലിയറായിട്ട് പറയുന്നത് ഒത്തിരി പേര് വിളിച്ചു ചോദിക്കുന്നത് കൊണ്ട്
എല്ലാവർക്കും ഉത്തരം കൊടുക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. ഇനി ഇതിന് എത്ര രൂപ ചിലവാകും? ഇങ്ങനെ വന്നാൽ ഇസ്രയേലിൽ അടയ്ക്കേണ്ട ഏകദേശം 5000 ഷെക്കലിന് താഴെയുള്ളൊരു എമൗണ്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് അടയ്ക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ തന്നെയും 5000 ഷെക്കലിന് താഴെ എന്ന് പറയുമ്പം സപ്പോസ് 1,00,000 രൂപ കൂട്ടിക്കോളൂ ഇന്ത്യൻ മണി. 1,00,000 കേരളത്തിൽ നിന്നുള്ള എയർ ടിക്കറ്റും മാത്രമാണ് ഇതിനാവുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ നേരിട്ട് മീഡിയേറ്റേഴ്സ് ഇല്ലാതെ NSDCയുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ബയോഡാറ്റ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ കയറി വന്നാൽ 1.5 ആകുന്നിടത്താണ് 1.5 ലക്ഷം ആവുന്നിടത്താണ് ഇപ്പോൾ നിങ്ങളെ 3, 3.5, 4, 4.5 കൊണ്ടുവരാമെന്ന രീതിയിൽ ഒരുപാട് ഏജൻസികൾ നിങ്ങളെപ്പോലെയുള്ളവരുടെ ബയോഡേറ്റയോ പാസ്പോർട്ടോ അല്ലെങ്കിൽ അഡ്വാൻസോ മേടിച്ച് വെക്കുന്നത്. ഇന്ന് വരെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കാൻഡിഡേറ്റ്, ഞങ്ങളുടെ മാത്രമല്ല കെയർ ഗിവർ മേഖലയിലേക്ക് വരുന്ന കെയർ ഗിവേഴ്സ് ആയിട്ടുള്ളവരെല്ലാം തന്നെ മുംബൈയിലെ പ്രോസസ്സ് അതിൻ്റെ വഴിക്ക് കാലാകാലങ്ങളിൽ എങ്ങനെ നടക്കുന്നു അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതുവരെ NSDCയുടെ കീഴിൽ വെറും 1.5 ലക്ഷം രൂപയാകുന്ന ഈ ഒരു സംഭവത്തിൽ 3, 4, 5 മുടക്കി ആരും തന്നെ ഇസ്രയേലിൽ വന്നിട്ടില്ല. എന്നാൽ കേരളം ഒഴിച്ചു ബാക്കിയുള്ള UP പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൺസ്ട്രക്ഷൻ സൈറ്റ് ഉൾപ്പെടെ എല്ലാവരും ഒഴുകി ഇസ്രയേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ അതും വലിയ സജീവമായിട്ടില്ല. എങ്കിലും കുറച്ചു പേരെ ഇറക്കാൻ സാധിച്ചു, കുറച്ചു പേര് ഇനി മുന്നോട്ട് ഇറങ്ങുമെന്ന രീതിയിലുള്ള പ്രോസസ്സ് നടക്കുന്നു. അപ്പം ഇതാണ് ഇന്ന് നൽകാനുള്ള അപ്ഡേഷൻ. നാളെ ഇതിന് മാറ്റം വന്നാൽ തീർച്ചയായും മാറ്റം വന്നു തന്നെ പറയും. കേരളത്തിലെ NSDC കുറച്ചും കൂടെ ശക്തമാകട്ടെ. ജോലിയില്ലാതിരിക്കുന്നവർക്ക് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ കെയർ ഗിവർ മേഖലയിലേക്ക് വരാൻ സാധിക്കട്ടെ. പക്ഷേ ഇതുവരെ ആരും വന്നിട്ടില്ല. അപ്പോൾ 1.5 ലക്ഷം രൂപ താഴെ നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് NSDC വർക്കാണെങ്കിൽ ഇതൊക്കെ വർക്കാവോ ഇല്ലയോ എന്ന് വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ചില ഏജൻസി ലോബികൾ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുള്ളത് കൊണ്ടായിരിക്കാം NSDC ഒന്നും വർക്കിംഗ് ആവാത്തത്. കെയർ ഗിവർ മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അന്നും ഇന്നും കയറി വരുന്നത് മുംബൈയിലെ പ്രോസസ്സ് വഴിയാണ്, കോൺസുലേറ്റ് എംബസിയുടെ സഹായത്തോടു കൂടിയാണ്. ഇത് അർദ്ധരാത്രിയിലാണ് വീഡിയോ ചെയ്യുന്നത്. ഇതിന് സെയിം ഒരു വീഡിയോ തന്നെ മറ്റൊരു വ്ളോഗർ ചെയ്തിട്ടുണ്ട്, ലൈവ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കാണാം. വിശ്വാസം വരട്ടെ, വിശ്വസിച്ച് മുന്നോട്ട് പോവുക. താങ്ക് യു.